അതെ, അയാൾ ആഹാരം ഉണ്ടാക്കാൻ തയ്യാറാണെങ്കിൽ ആ ജോലി ചെയ്യിപ്പിച്ചാൽ നമുക്ക് നല്ലതല്ലേ അമ്മേ? എന്തായാലും അയാൾ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകും തോന്നില്ല. അപ്പൊ പിന്നെ തീറ്റിപ്പോരുന്ന നമുക്ക് അയാളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം വേണ്ടേ? വേണ്ട. ഉപകാരം ചെയ്ത് അധികാരം ഉറപ്പിക്കാനുള്ള അയാളുടെ തന്ത്രപരമായ നീക്കത്തില് നമ്മൾ വീണു പോകരുത്. ഓഹ്, എത്രയും വേഗം ആ നികൃഷ്ട ജീവിയെ ഇവിടെ നാട്ടി പുറത്താക്കാനാ എന്റെ ശ്രമം. അതിനിടയിൽ അകത്തേക്ക് വിളിച്ചു കയറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. അമ്മ വിചാരിക്കും പോലെ അയാളെ പുറത്താക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് അതിന് മെനക്കെട്ട് സമയം കളയാതെ അയാളെ കൊണ്ട് വീട്ടുജോലി ചെയ്യിപ്പിച്ച എന്റെ കഷ്ടപ്പാട് കുറച്ച് കുറഞ്ഞു കിട്ടും. ഓഹ്, നീ പറയുന്നത് കേട്ടതൊന്നും നിനക്കിവിടെ മലമറിക്കുന്ന പണിയാണെന്ന്. എടി, ഇതൊക്കെ ഞാൻ പണ്ട് ഒറ്റയ്ക്ക് ചെയ്തോണ്ടിരുന്ന ജോലികളാ. ഓ പിന്നെ അതുകൊണ്ട് അമ്മ പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതി അമ്മയുടെ മക്കളും അതുപോലെ തന്നെ കഷ്ടപ്പെടണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. അയാളെ ജോലി ഏൽപ്പിച്ച അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടത്തിന് എവിടെ വേണേ പോവാം. അല്ലെങ്കിൽ ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സിന് പോകുമ്പോ അമ്മ കുഞ്ഞിനെ നോക്കി അടുക്കള പണിയും ചെയ്യണം. അമ്മയുടെ 2 മരുമക്കളെ സ്വന്തം വീട്ടിൽ പോയി സുഖിക്കല്ലേ? ഓ എടി, അവളുമാർ രണ്ടും ഇവിടെ ഉള്ളതിലും ഭേദം വരാതിരിക്കുന്നതാ. അതായിക്കോട്ടെ അമ്മ. അമ്മയ്ക്ക് അവരെ ഇഷ്ടമില്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് തിരിച്ചു വിളിക്കേ വേണ്ട. പക്ഷെ വീട്ടിലെ ജോലി മുഴുവൻ പുറത്തു കിടക്കുന്ന ആളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇല്ല സോനെ, അതൊന്നും ശരിയാവത്തില്ല. അയാളെ ഞാൻ അടുക്കളയിൽ കയറ്റുക എന്ന് പറഞ്ഞ അങ്ങേരെ ഞാൻ ഈ വീട്ടുകാരനായി അംഗീകരിക്കുന്നതിന് തുല്യവാ. അതെന്തായാലും എന്നെ കൊണ്ട് പറ്റത്തില്ല. അയ്യോ, വീഴല്ലേ മക്കളെ. പതുക്കെ പതുക്കെ പതുക്കെ, വീഴല്ലേ. എന്നെ പിടിക്കാൻ പറ്റൂല മക്കളെ. അതെ, ഇന്നത്തെ കളിയങ്ങ് മതിയാക്കിക്കോട്ടോ. സന്ധ്യാവാറായി. എല്ലാരും വന്ന് മേലെ ഒഴുകിട്ടെ വിളക്ക് ഒളിച്ച് നമുക്ക് നാമം ജപിക്കാം. വാ, വന്നേ. എന്നെ പിടിക്കാൻ പറ്റൂല. അനു, അവർ കുറച്ചേരം കൂടി ഇങ്ങനെ കളിക്കട്ടെ. മക്കളിങ്ങനെ മുറ്റത്ത് ഓടി കളിക്കുന്ന കാണാൻ തന്നെ മനസ്സിന് നല്ലൊരു സുഖ. അച്ഛാ, ഇപ്പൊ വിളിക്കാൻ തുടങ്ങിയാലേ സന്ധ്യക്ക് മുമ്പ് കളി മതിയാക്കുള്ളൂ. പിന്നെ എനിക്ക് ഇവര് കളിക്കുന്ന കാണാനൊക്കെ ഇഷ്ടാ അച്ഛാ. പക്ഷെ പിടിച്ചു പിടിയാലും മേലെ ഒഴിച്ചില്ലെങ്കിൽ വിച്ചുട്ടിനുറങ്ങിപ്പോ. ആ, അത് ശരിയാ. മണ്ണിൽ കളിച്ചിട്ട് കുട്ടികൾ അതേ പഠിച്ചെന്ന് കിടക്കരുത്. നീ അവരെ പതുക്കെ വിളിച്ചോണ്ട് പോ നോക്ക്. വിച്ചൂട്ടാ, വന്നേ. വാ, മതി മതി, എണീക്ക് മോനെ. എല്ലാരും വാ, ഇനി നമുക്ക് നാളെ കളിക്കാം. വാ വാ വാ, നമുക്ക് പോയി കുളിച്ചിട്ടേ പഠിക്കാനിരിക്കാം. വാ വാ. ആ, വേഗം വരുന്നവർക്ക് ചോക്ലേറ്റ് മേടിച്ചു തരാം. ചെല്ല് ചെല്ല് ചെല്ല്. കുളിച്ചിട്ട് വരാം. ഓ, വിച്ചൂട്ടനല്ലേ ഇവരുടെ വലിയേട്ടൻ. നല്ല അനുസരണമുള്ള അനിയത്തിമാരാ എന്തായാലും. അത് പിന്നെ അങ്ങനെയല്ല അച്ഛാ വേണ്ടത്. ഞാനേ അവരെ മേലൊന്ന് കഴിച്ചിട്ട് ഡ്രസ്സ് മാറ്റി കൊടുക്കട്ടെ. ശരി മോളെ. വാ വാ വാ, എല്ലാരും വാ, നടക്ക. എന്താ രഘു, ബാഗും ഒക്കെ ആയിട്ട്? എന്താ ഇതില്? ഇത്
വിനയനെ അവിടെ കൊണ്ടുവച്ചത് അമ്മാവാ. കുട്ടികളുടെ ഡ്രസ്സാ. ഉം. രാവിലെ ഞാൻ കമ്പനിയിലേക്ക് ഇറങ്ങുമ്പോ അമ്പിളി ഏൽപ്പിച്ചതാ. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഉം. വിനയൻ അവന്റെ കടമ ചെയ്തു, അമ്പിളി അവളുടെയും കടമ ചെയ്തു. ആ, ഇത് അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അമ്മാവാ. ആർച്ചമോൾക്കും ഭദ്രമോൾക്കും വേറെ ഡ്രസ്സൊന്നും ഇല്ലല്ലോ. അവർക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിരിക്കൂ. പിന്നെ വിനയനെ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചല്ലോ ഞാൻ അവന്റെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ, എന്തായാലും അതിവിടെ തന്നെ ഇരുന്നോട്ടെ. നീ ഇത്രയും ബുദ്ധിമുട്ടി കൊണ്ടുവന്നല്ലേ. അല്ല, ആർച്ചമോളും ഭദ്രമോളും ഭാനുമേടെ അടുത്താണോ? അല്ലല്ല, അവർ ഇത്രയും സമയം വിച്ചുമോന്റെ കൂടെ മുറ്റത്തിരുന്ന് കളിക്കായിരുന്നു. ഇപ്പൊ അനുമോള് അവരെ മേലെ കഴിക്കാൻ വേണ്ടി കൊണ്ടുവരിക. ആണോ? അതെ. അനുവും വിച്ചുമോനും ഉള്ളത് നന്നായി. അമ്മാവനും കുട്ടികൾക്ക് അതൊരു ആശ്വാസമാണല്ലോ. ആ, എന്ന് വെച്ച് എപ്പോഴും എല്ലാവരും കിട്ടണമെന്നില്ലല്ലോ. രഘുവിന് തിരക്കൊന്നും ഇല്ലെങ്കിൽ അകത്ത് കയറി ഇരിക്കാം. അനുവിനെ ഒന്ന് കണ്ടിട്ട് പോവാം. ആ, തിരക്കൊന്നുമില്ല അമ്മാവാ. ആ, ഞാൻ നേരെ വീട്ടിലേക്ക് പോവല്ലേ? ആ, എന്നാ വാ. ലച്ചുമോളെ, ആഹാ മോള് വരച്ചാണോ? ആഹാ മിടിക്കാണല്ലോ. ആ മോളെ, ബാക്കിയും കൂടി വരയ്ക്കും. ആ, അത് മുഴുവൻ വരച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് അനന്തമുത്തച്ഛന് അയച്ചു കൊടുക്കാം.